ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ള വറുത്തരച്ച കൈപ്പയ്ക്ക കറി റെഡിയാക്കാം. കൈപ്പയ്ക്ക കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മിഡിൽ കട്ട് ചെയ്ത് കുരു കളഞ്ഞ ശേഷം നമുക്കിതൊന്ന് വീണ്ടും മിഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്കിതിൽ കയ്പ്പൊന്ന് കുറഞ്ഞ് കിട്ടാനായിട്ട് വിനെഗറിലോ അല്ലെങ്കിൽ പുളിവെള്ളത്തിലോ ഒന്ന് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം. ഇല്ലെങ്കിൽ കുറച്ച് നേരം ഇതിലൊന്ന് ഉപ്പ് തിരുമ്പി വെച്ചാലും മതിയാവും. ഇപ്പോൾ ഒരു കുക്കറിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 4 വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു സവാള കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം സവാളയെല്ലാം നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയെല്ലാം കളറൊന്ന് മാറി വരുന്നവരെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കൈപ്പയ്ക്ക കുക്കറിലല്ലാതെയും കുക്ക് ചെയ്തെടുത്ത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ടാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ സവാളയെല്ലാം നന്നായി തന്നെ വഴറ്റിയെടുത്തതിലോട്ട് ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളിയും കൂടി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയും നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കി വെച്ച ശേഷം ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള കൈപ്പയ്ക്ക കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈപ്പയ്ക്കയും 2 മിനിറ്റ്സ് ഒന്ന് മസാലകളുടെ കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലോട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലോട്ട് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞു വെച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ കറി കുക്കായി വന്നതിന് ശേഷം നോക്കിയിട്ട് ബാലൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. കയ്പ്പയ്ക്ക് കയ്പ്പുള്ളത് കൊണ്ട് പുളിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കയ്പ്പെല്ലാം ഒന്ന് ബാലൻസ് ആയി കിട്ടും. ഇതിലോട്ട് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു വിസിൽ വരുത്തി നന്നായി തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കൈപ്പയ്ക്ക കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇതിനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ചതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് തേങ്ങയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങയിലോട്ട് 4 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4 വെളുത്തുള്ളി അല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് അല്പം വേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പാവയ്ക്ക തീയലെല്ലാം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പെരിഞ്ജീരകം ചേർത്ത് തേങ്ങ വറുത്തെടുക്കാറില്ല. ഇതിൽ ഞാനിപ്പോൾ പെരിഞ്ജീരകം കൂടി ചേർത്ത് വറുത്തിട്ടാണ് കൈപ്പയ്ക്ക കറി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ പെരിഞ്ജീരകം കൂടി ചേർത്തൊന്ന് തേങ്ങയിൽ വറുത്തെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. തേങ്ങയൊന്നും കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ തേങ്ങയെല്ലാം നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തേങ്ങയുടെ കളറെല്ലാം കരിഞ്ഞു പോകാതെ നന്നായി തന്നെ ഒന്ന് മാറി വരണം. ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം.
ഇതൊന്ന് ചൂടാറിയ ശേഷം അല്പം വെള്ളം ചേർത്ത് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ കയ്പ്പയ്ക്കെല്ലാം കുക്കായ ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലോട്ട് അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിൽ ഉപ്പോ പുളിയോ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഞാൻ അരപ്പിലോട്ടുള്ള അല്പം ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ്സ് നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും അരപ്പും കയ്പ്പയ്ക്കയും മസാലകളും എല്ലാം കൂടി ചേർന്ന് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. ഇതുപോലെ നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. കറി താളിക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആദ്യം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഇപ്പോൾ പൊട്ടി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് 4 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി എല്ലാം ഒന്ന് കളർ മാറി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചുവന്നുള്ളി എല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 2 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും അല്പം വേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വറുത്തരച്ച കയ്പ്പയ്ക്കക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കയ്പ്പയ്ക്കക്കറി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. നമ്മളത് ഉണ്ടാക്കിയ വശം കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് സമയം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസം കഴിക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.